ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗം. ഫരിസേയരും നിയമജ്ഞരും അവരുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന അടിസ്ഥാനപരമായ ചില മനോഭാവങ്ങളെ കൃത്യതയോടെ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന തമ്പുരാനെ നമ്മളിന്ന് വചനത്തിൽ കണ്ടെത്തുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ വയൽ വരമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഗോതമ്പ് മണികൾ സാബത്ത് ദിവസം അവരുടെ കയ്യിലിട്ട് ഞെരടി കഴിച്ചത് വലിയ വിവാദമാക്കി മാറ്റുകയാണ് യഹൂദർ. സീനായ് മലയിൽ വെച്ച് ദൈവം കൊടുത്ത കൽപ്പനകളെ വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും നൽകി നൂറുകണക്കിന് നിയമങ്ങളും ആയിരക്കണക്കിന് ഉപനിയമങ്ങളുമൊക്കെ ഉണ്ടാക്കി പെരുപ്പിച്ച് പഠിച്ച് വ്യാഖ്യാനിച്ച് ജീവിക്കുകയാണ് ഫരിസേയ നിയമജ്ഞ പ്രമുഖരിൽ ഏറെ പേരും ഇന്നും. ഇവിടെയാണ് ക്രിസ്തുനാഥൻ്റെ കൃത്യമായ ഇടപെടലുകൾ നമ്മൾ കാണുക. ചില അനുഷ്ഠാന വിധികൾ പൂർത്തിയാക്കുന്നതല്ല ദൈവരാജ്യ പ്രവേശനത്തിന് അനിവാര്യമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ നീതിയും ധർമ്മവും അവന് ലഭിക്കേണ്ട അവകാശങ്ങളോടുള്ള കരുണാർദ്രമായ മനോഭാവവുമെല്ലാം ഈ കാലഘട്ടത്തിൽ തമസ്കരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരം മേഖലകളെ ഈശോ വിമർശനത്തോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മാനുഷിക മൂല്യങ്ങൾ പണയം വെച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസ പരിശീലന പരിപാടികളെയും വിശ്വാസ ജീവിത അനുഷ്ഠാന വിധികളെയും ഈശോ അംഗീകരിക്കുന്നില്ല എന്ന് തിരുവചനത്തിലൂടെ വ്യക്തമായിട്ട് പറയുകയാണ്. വിശക്കുന്നവന് വിശപ്പിന് ഭക്ഷണം കൊടുക്കാൻ, ദാഹിക്കുന്നവന് ജലം കൊടുക്കാൻ, രോഗിക്ക് സൗഖ്യം കൊടുക്കാൻ, അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും നൽകാൻ, തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് സ്വീകാര്യമായ മത്സരമായി പ്രഖ്യാപിക്കാനാണ് താൻ കടന്നു വന്നത് എന്ന് പറയുമ്പോൾ ഈശോയെ സാപത്തിൻ്റെ ചുറ്റുപാടുകളിൽ, കെട്ടുപാടുകൾ, ചട്ടക്കൂട്ടിൽ ഒതുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഫരിസേയ വിഭാഗത്തെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, സാപത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങളെ തമസ്കരിക്കുന്ന യഹൂദരുടെ അതേ മനോഭാവവും പരിശീലനവും പ്രാക്ടീസും ഇന്നും നിലനിൽക്കുന്നില്ലേ എന്ന് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ചില കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ്, ചില കാര്യങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലേ പറ്റൂ എന്നൊക്കെ ദേവാലയഗന്ധിയായ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന്, കൈകാര്യം ചെയ്യണമെന്ന് ഈശോ വചനത്തിൽ നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഉറവിടങ്ങളായി മാറാൻ ഓരോ ക്രിസ്ത്യാനിയെയും ഈശോ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇവിടെ അനുദിന ജീവിത വ്യാപാരവേളയിൽ ഈ കരുണാർദ്ര സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന, കരുണയേക്കാൾ ബലിക്ക് പ്രാധാന്യം നൽകുന്ന മനോഭാവങ്ങൾ നമുക്കുണ്ട് എങ്കിൽ അവ തിരുത്താനാണല്ലോ ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ ആവശ്യപ്പെടുന്നു. ഇത് യേശു തമ്പുരാനാണ് സാപത്തിലെ രോഗശാന്തി നൽകിക്കൊണ്ട് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അതിനാഥനാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുക. നമുക്ക് ഈശോയുടെ കരുണാർദ്ര സ്നേഹം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ. ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല ക്രിസ്ത്യാനിയാകുമെന്നുള്ള വ്യർത്ഥ ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് അടിസ്ഥാനപരമായി ദൈവത്തെ മുറുകെ പിടിക്കുന്നവരും ദൈവത്തിന് ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരുമൊക്കെ ആയിത്തീരാൻ
ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കരുണയുടെ മുഖമായി മാറാൻ ആഗ്രഹിക്കാം. കരുണ തന്നെയായി മാറാൻ ആഗ്രഹിക്കാം. ആരും കരയാത്ത, ആരും വേദനിക്കാത്ത, ആരും കഷ്ടതകളിലൂടെ കടന്നു പോകാത്ത, ഇനി അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വിശ്വാസത്തിൻ്റെ ബോധ്യത്തോടെ അത്തരം പ്രവണതകളെല്ലാം അതിജീവിക്കാനുള്ള നിറവ് നമുക്ക് ഓരോരുത്തർക്കും സംലഭ്യമാക്കി തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാർദ്ര സ്നേഹം അവരെന്നെ പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ള അനേകം പേര് നമ്മുടെ സ്നേഹവും പരിഗണനയും പരിപാലനയും ഒക്കെ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ കരുണയുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നവർ, ആർദ്രതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളാകാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ദൈവം നൽകിയ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. അനുഷ്ഠാന വിധികൾ വേണ്ടെന്നോ ഇടവക ദേവാലയങ്ങളിലും മതവിശ്വാസത്തിലും ചില മാമൂലുകൾ പുലർത്തരുതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാനുഷിക മൂല്യങ്ങൾ അവഗണിക്കുകയോ അവ തമസ്കരിക്കുകയോ ചെയ്യുന്ന മനോഭാവം നമുക്കുണ്ടായെങ്കിൽ അവിടെ ഒരു പൊളിച്ചെടുത്ത് ആവശ്യമായി വരുമല്ലോ. അതുകൊണ്ട് സാപത്തിൻ്റെയും നാഥനായ, സാപത്തിൻ്റെയും അധീശനായ ആ പരമകാരനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാസവും പ്രത്യാശയും ഉപവിയും സ്നേഹത്തിൻ്റെ പ്രമാണത്തിൻ്റെ ഘടകങ്ങളായി കണ്ടുകൊണ്ട് എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ, എല്ലാവർക്കും പരിഗണന കൊടുക്കാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള കൃപ ദൈവം നമുക്കെല്ലാവർക്കും സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.